ഏറ്റവും കാര്യക്ഷമതയോടെ ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ബാബു പ്രസാദ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എഐസിസിയുടെ പ്രിയപ്പെട്ട സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയുടെ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗവും പ്രിയങ്കരനായ ശ്രീ കെ.സി. വേണുഗോപാൽ, കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ശ്രീമതി ഷാനിമോൾ, അമ്പലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ചരിത്ര വിജയം നേടിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ജി സുധാകരൻ, കേരളത്തിലെ സഹകരണ എക്സൈസ് വകുപ്പുകളെ കാര്യക്ഷമതയോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ എം ലിജു, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മാവേലിക്കര എംപിയുമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്കരനായ ആലപ്പുഴയുടെ എംഎൽഎ ശ്രീ എ ഡി തോമസ്, പ്രിയമുള്ള കുട്ടനാടിന്റെ ചരിത്രം തിരുത്തി എഴുതിയ പ്രിയങ്കരനായ ശ്രീ റെജി ചെറിയാൻ എംഎൽഎ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആലപ്പുഴ ജില്ലയിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം യുഡിഎഫിൽ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ യുഡിഎഫ് നേതാക്കളെയും പ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ്, ആത്മാർത്ഥമായ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായി യുഡിഎഫിന് ഞാൻ മാത്രമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള എംഎൽഎ. നിയമസഭയിൽ ആലപ്പുഴയുടെ ഒരു കാര്യം പറയണമെങ്കിൽ യുഡിഎഫിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൽ നിന്ന് പറയണമെങ്കിൽ ഞാൻ ഒരൊറ്റയ്ക്കായിരുന്നു. അന്നെല്ലാം പല ബുദ്ധിമുട്ടുകളും നേരിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഭരണകക്ഷിയോട് ആലപ്പുഴയ്ക്ക് വേണ്ടി പോരാടുന്നതിന് വലിയ തോതിലുള്ള പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 6 എംഎൽഎമാരെ വിജയിപ്പിക്കാൻ, അവർ6 പേരെ നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞതോടുകൂടി ഈ ജില്ലയ്ക്കൊരു ശാപമോക്ഷമുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ തിളക്കമാർന്ന ജില്ലയായി കരുതപ്പെട്ടിരുന്ന ആലപ്പുഴ പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ട് പോയി എന്നുള്ളത് ഒരു സത്യമാണ്. യുഡിഎഫ് ഭരണത്തിന്റെ കീഴിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ആലപ്പുഴ ജില്ലയെ കേരളത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തും. ഈ ഗവൺമെന്റ് അധികാരമേറ്റിട്ട് ഏതാണ്ട് 30 ദിവസവും മാത്രമാണ് ആയിട്ടുള്ളത്. 1 മാസത്തിനുള്ളിൽ തന്നെ നിരവധിയായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. പലതരത്തിലുള്ള വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. 102 സീറ്റുകൾ നേടിയപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്.
പ്രിയങ്കരനായ ശ്രീ കെ.സി. വേണുഗോപാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അതീവ വിനയത്തോടെ ജനങ്ങൾ നൽകിയ ജനവിധിയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ആലപ്പുഴയുടെ പുരോഗതിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രവർത്തിക്കും. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ കാലമായിരുന്നു. നമ്മുടെ പ്രവർത്തകന്മാർക്ക് അവരുടെ പേരിലുള്ള കേസുകൾ എത്രയാണെന്ന് തന്നെ അറിയില്ല. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കേസ് എത്രയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് എന്റെ പേരിൽ 42 കേസ്. വഴി തടഞ്ഞതിന്, പ്രസംഗം നടത്തിയതിന്, അങ്ങനെ പോകുന്ന കേസുകൾ, കേരളമൊട്ടാകെയുള്ള കേസുകൾ. ഞാനപ്പോൾ ആലോചിച്ചത്, എന്റെ പേരിൽ 43 കേസുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ പേരിൽ എത്ര കേസുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. എത്രയോ ചെറുപ്പക്കാർ മർദ്ദനങ്ങളേറ്റ് ജയിൽ ആശുപത്രി കിടക്കേണ്ടി വന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ, ഇപ്പോഴും ആ രംഗം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഭീകരമായ മർദ്ദനത്തിന് ആണ് പ്രവീൺ വിധേയനായത്. ഒരു കാര്യം ഞാൻ പറയുന്നു, പ്രവീണിന് നേരെ കൈ ഉയർത്തിയ ആളുകൾക്ക് അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വേണു എ.ഡി. തോമസിന്റെ കാര്യം പറഞ്ഞു. ഗവൺമെന്റ് വന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ നമ്മളെടുത്ത തീരുമാനമായിരുന്നു ആലപ്പുഴയിൽ എ.ഡി. തോമസിനെയും നമ്മുടെ ജുവൽ കുര്യാക്കോസിനെയും ഭീകരമായി മർദ്ദിച്ച അവർക്ക് നേരെ SIT രൂപീകരിക്കാൻ. ആ SIT രൂപീകരിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അന്വേഷണം അതിന്റെ വഴിക്ക് പോകും, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന് 2 പ്രവർത്തകന്മാരെ, എ.ഡി. തോമസിനെയും ജുവൽ കുര്യാക്കോസിനെയും ഭീകരമായി മർദ്ദിച്ചുവെന്ന് മാത്രമല്ല, ഞാൻ അവരെ അന്ന് ആശുപത്രിയിൽ പോയി കണ്ടതാണ്. ശരീരം അനക്കാൻ കഴിയാതെ കിടന്ന 2 ചെറുപ്പക്കാർ. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് ജീവൻ രക്ഷാപ്രവർത്തനമാണ്, ജീവൻ രക്ഷാപ്രവർത്തനമാണെന്നാണ്.